ശ്രീ വി പി ശിവനാഥൻ, ഇവിടെ എന്താണ് ആശമാർ രാജ്യമൊട്ടായുള്ള ആശമാരുടെ അവസ്ഥ പരമദയനീയമാണെന്നും അവർ മഹാകഷ്ടത്തിലാണെന്നും അറിയാൻ രാജ്യത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ഈ പാവങ്ങളുടെ സമരമൊന്നും വേണ്ട കേന്ദ്രത്തിന് അറിയാൻ. അതിനു മുമ്പ് കേന്ദ്രത്തിൽ സമരം ഉണ്ടായിട്ടുണ്ട്, ഓരോരോ സംസ്ഥാനങ്ങളിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് സമരം ഉണ്ടായിട്ടുണ്ട്. ബി ജെ പിക്ക് വേണമെങ്കിൽ, കേന്ദ്രത്തിന് വേണമെങ്കിൽ നേരത്തെ മനസ്സിലാക്കാനുള്ള ഒരുപിടി സമരങ്ങൾ പോയ വർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്നൊന്നും കേന്ദ്രം കണ്ടില്ല. പോട്ടെ, അവസാന വേളയിൽ കണ്ടിട്ട് ഇൻസെൻറ്റീവ് എന്ന പ്രഖ്യാപനം നടത്തിയാൽ ഏതെങ്കിലും പേപ്പർ വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്ന് അറിയില്ല. ശ്രീ വി പി ശ്രീപത്മനാഭൻ BMS എന്തോ അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം കൊടുത്തു എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇവിടെ വന്ന് സമരനാടകം കാണിച്ചൊരു കാര്യമുണ്ടോ ശ്രീ വി പി ശ്രീപത്മനാഭൻ? അല്ല, ഈ ഇന്ത്യയിലെ NHMന്റെ ഫണ്ട് നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്കല്ല. എല്ലാ വർഷവും ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടത്തും. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, കഴിയുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് വരിക. അവരും അപ്പോൾ പണ്ടത്തെ പോലെ ഡൽഹിയിൽ വരേണ്ട ഓൺലൈൻ ചർച്ചയാണ്. അവരും കേന്ദ്ര ആരോഗ്യവകുപ്പും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ചർച്ച നടത്തി ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം, അതായത് ആശാവർക്കർമാരുടെ എണ്ണം, മറ്റു ജീവനക്കാരുടെ എണ്ണം, അവിടെ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമായ ചെലവുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഓരോ വർഷവും ഒരു തുക, ഇത്ര കോടി രൂപ ഇന്ത്യയിൽ NHMന് ആവശ്യമായി വരുമെന്ന് നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചതിന് ശേഷം അതിൻ്റെ 60% കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തും. ഈ 2024-25 സാമ്പത്തിക വർഷം വകയിരുത്തിയിരുന്നത് 36,000 കോടി രൂപയാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി അവതരിപ്പിച്ച 25-26 സാമ്പത്തിക വർഷം വകയിരുത്തിയിരിക്കുന്നത് 37,226.94 കോടി രൂപയാണ്. ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തിയതിന് ശേഷം തീരുമാനിക്കുന്ന തുകയാണ്. ഇനി ഇതാണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്ക് അവരുടെ വലിപ്പമനുസരിച്ചിട്ടും അവിടെ ആവശ്യമായതുമനുസരിച്ചിട്ടും അതിൻ്റെ 60% കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് വിവിധ സംസ്ഥാനങ്ങളാണ് ഇത് ഉന്നയിക്കേണ്ടത്. കേന്ദ്രവും ഈ കാര്യം പരിഗണിക്കണം. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ പൈസ നിശ്ചയിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് ആവശ്യമാണ്. കാരണം കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സംസ്ഥാനങ്ങൾക്കും അധിക ബാധ്യത വരും. അപ്പോൾ ഇനി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഗൗരവമായി പരിഗണിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അധികം വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടുത്തെ സമരം എന്താണ്? ഇവിടുത്തെ സമരം വലിയ വാഗ്ദാനം കൊടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. 2024 കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ NDA മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇത്ര വലിയ വാഗ്ദാനം കൊടുത്തിട്ടില്ല. എന്നാൽ 16-നും 21-നും ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ വലിയ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വാഗ്ദാനം കൊടുത്തിട്ട് ഇവരെന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ 21-ൽ പിണറായി വിജയനും LDFനും വേണ്ടി പ്രവർത്തിച്ചവരാണ്, ഞങ്ങൾ BJPക്കെതിരെ വോട്ട് ചോദിച്ചവരാണ്, ഞങ്ങൾ RSSനെതിരെ വോട്ട് ചോദിച്ചവരാണ്, RSSനെയും BJPയെയും CIA നിയമം കൊണ്ടുവന്നവരെയൊക്കെ പരാജയപ്പെടുത്താൻ വോട്ട് ചോദിച്ചവരാണ്, അങ്ങനത്തെ ഞങ്ങളെയാണ് വഞ്ചിക്കുന്നതെന്നാണ് ഇവരെ പരാതി. അപ്പോൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് പാലിക്കാത്തതാണ് കേരളത്തിലെ ഈ സമരത്തിന്റെ പ്രശ്നം. ശരി, അത് പ്രശ്നമാണ്. പക്ഷേ നമ്മൾ 7,000 രൂപ കൊടുത്തിട്ട് 10,000 ആക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. VP ശ്രീപത്മനാഭൻ, ഗുജറാത്തിൽ എത്രയാണെന്നേ, മഹാരാഷ്ട്രയിൽ എത്രയാ, ഹരിയാനയിൽ എത്രയാ, UP എത്രയാ? അവിടങ്ങളിലൊക്കെ സമരം ഇല്ലാതാണോ ഇരിക്കുന്നത്? അവിടങ്ങളിലൊക്കെ സമാന ആവശ്യം ഉന്നയിച്ച് സമരമുണ്ട്. ആ സമരമുഖത്ത് CITയും ഈ പറയുന്ന SUC ട്രേഡ് യൂണിയനും തോളോട് തോൾ ചേർന്ന് സമരത്തിലാണ്. ആ സമരം ന്യായമാണ് എന്ന് BJPക്ക് നിലപാടുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് പരിഗണിക്കും. ഇവരുടെ ആവശ്യം ന്യായമാണ്, ഒരു തർക്കവും ഇല്ല. ഞങ്ങൾ ഇവരെ പാട്ടകയിലേക്ക് സമരന്നോ ഇതിനെ അധിക്ഷേപിക്കാനോ പുച്ഛിക്കാനോ പരിഹസിക്കാനോ പോയിട്ടുണ്ടോ? ആദ്യത്തെ മറുപടി തന്നെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞില്ലേ പരിഗണിക്കാമെന്ന്. ഇത് ന്യായമായ ആവശ്യമാണെന്ന്. ഇതാണ് കേന്ദ്ര സർക്കാരിന് വരെ അങ്ങനെ അഭിപ്രായം ഉള്ളത് കൊണ്ടല്ലേ ഗൗരവമായി പരിഗണിക്കാമെന്ന് പറഞ്ഞത്. ഏകപക്ഷീയമായ തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കേന്ദ്രത്തിന് തീരുമാനിക്കാം. അതെ, അതിനൊരു പ്രോസസ് ഉണ്ട്.
കേന്ദ്രത്തിന് തീരുമാനിക്കാം. നിങ്ങൾ ആവേശം കൊള്ളല്ല. NHM-ന്റെ കീഴിലാണോ ആശാവർക്കർമാർ? കേന്ദ്ര പദ്ധതിയുടെ കീഴിലാണോ ആശാവർക്കർമാർ? ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് ആരുമായും ചർച്ച നടത്തണ്ട, കേന്ദ്രത്തിന് തീരുമാനിക്കാം. അല്ല അങ്ങനെയല്ല. കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ 100 ഉറുപ്പ്യ വർദ്ധിപ്പിക്കുമ്പോൾ 60 ഉറുപ്പ്യ കേന്ദ്രം കൊടുക്കുള്ളൂ, 40 ഉറുപ്പ്യ സംസ്ഥാനങ്ങൾ കൊടുക്കണം. അവർക്ക് അധിക സാമ്പത്തിക ബാധ്യത വരും. 100 ഉറുപ്പ്യ കൂട്ടാൻ തീരുമാനിച്ചാൽ 60:40 ആണ്. അവർക്കും അതിൻ്റെ ബാധ്യത വരും. അപ്പം സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം. ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റില്ല. 4 വോട്ടിന് വേണ്ടി, കയ്യടിക്ക് വേണ്ടി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ, അവരുടെ അഭിപ്രായം കേൾക്കാതെ ഇത് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് അധികം വൈകാതെ തീരുമാനമുണ്ടാവുമെന്ന് തന്നെയാണ് അത് ന്യായമായ ആവശ്യമാണെന്നും ആവശ്യം അംഗീകരിക്കേണ്ടതാണെന്നും അങ്ങ് പറഞ്ഞല്ലോ. നല്ല കാര്യമാണ്. അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവാൻ വേണം. ഈ പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസം മറിഞ്ഞ് ആ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുക്കണം. ഇവിടുത്തെ മാത്രം ആശമാർ കാര്യമല്ല കേട്ടോ, രാജ്യമൊട്ടായുള്ള ആശമാരുടെ കാര്യം. ഞാനൊരു 1-2 ചിത്രങ്ങൾ ഇന്ത്യ മുഴുവൻ അത് തന്നെ ഞാൻ 1-2 ചിത്രങ്ങൾ കാണിക്കാം. ഈ കഴിഞ്ഞ ജൂണിൽ കൊൽക്കത്ത എസ്പ്ലനേഡ് ഏരിയയിൽ ഒരു സമരം നടന്നു. ആ സമരത്തിൽ ബിമൻ ബോസ് അടക്കം നടന്ന സമരമാണ്. SUCA-യും CPIM-ഉം CPI-ML-ഉം അവിടുത്തെ ഇടതു പ്രസ്ഥാനങ്ങളൊക്കെ ഒരുമിച്ച് നടത്തിയ സമരമാണ്. ഇസ്രായേൽ വിരുദ്ധ സമരമായിരുന്നു അത്. ആശമാർക്ക്, അംഗൻവാടി ജീവനക്കാർക്ക് വേതനവർദ്ധം, ഈ പറഞ്ഞ 26,000, 21,000, 27,000 വേതനവർദ്ധം ആവശ്യപ്പെട്ട് രാജ്യം മൊത്തം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന സമരങ്ങളിലൊക്കെ SUCA, CPM ട്രേഡ് യൂണിയനുകൾ പങ്കാളികളാണ്. വേതനവർദ്ധനം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിൽ പോയി നടത്താൻ പോകുന്ന സമരത്തിൽ അല്ലെങ്കിൽ ഈ വരുന്ന 20 ഈ പറയുന്ന ഒരു ഏകദിന ഡേറ്റ് ഓർക്കുന്നില്ല, ഏകദിന സമരത്തിൽ ഇവരെല്ലാവരും പങ്കാളാണ്. അതുകൊണ്ട് കേന്ദ്രത്തോട് SUCA പണം കൂട്ടി ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് സമരം പൊളിക്കാൻ പറയുന്ന വ്യാജമാണ്. ഞാൻ എത്താം.